സോ ഹലോ ഗൈസ്, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയോ? പണ്ടൊക്കെ യൂട്യൂബിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഫാമിലി വ്ളോഗ്സ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇൻ്റർവ്യൂസ് ആണ്. ഓക്കെ, സോ വി റിയാക്ട് ബൈജു ചേട്ടൻ്റെ ഇൻ്റർവ്യൂ. ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, നമ്മുടെ തൊഴിൽ ചെയ്യുന്ന മറ്റുള്ളവരിൽ നിന്നും ഞാനിവിടെ വ്യത്യസ്തനാവുകയാണ്. അതായത് ആശാന്റെ പിലോപ്പസി വേറെയാണെന്ന് അർത്ഥം. ഇന്റർവ്യൂ വരുമ്പോഴും ഇല്ലേ ഇങ്ങനെ ചിരിക്കണം കേട്ടോ. അപ്പൊ സീരിയസ് ആവരുത്. സീരിയസ് ആയി എനിക്ക് ടെൻഷൻ ആവും. ആ കാര്യം ഞാൻ നൈനിഷ. അപ്പൊ അനിയത്തി ഉണ്ടോ? അപ്പൊ അനിയത്തി ഉണ്ടെങ്കിൽ 80s ബൈജു ചേട്ടനാണ്. ബൈജു ചേട്ടൻ അറിയാത്തവരാരുണ്ടാവത്തില്ലല്ലോ. കാരണം ദഗ് പറഞ്ഞ ബൈജു ചേട്ടൻ പറഞ്ഞ ദഗ് അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പേരെന്തോ നൈനിഷ. അപ്പോൾ ഞാൻ ബാക്കി പറഞ്ഞ കൊളാക്കില്ല. നമുക്ക് നെക്സ്റ്റ് കാണാം. നീ മറക്കണ്ട. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി. ഞാൻ വിചാരിച്ചു വേറെ ആരോ വന്നിട്ട് എന്തൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞതല്ലേ ബിഹൈൻഡ് വുഡ്സ് ഐസാന്നൊക്കെ. ഇത് കൊറേ ഇല്ലേ ഇവിടെ? അല്ല, ഇപ്പൊ പറഞ്ഞില്ലേ വരുമ്പോ. ഇത് നീ പറയുന്നതൊക്കെ ഓർത്തോണ്ടിരിക്കലാണ് എന്റെ ജോലി. നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് ഭയങ്കര തഗ്ഗ. അതെന്താ അങ്ങനെ ആവുന്നത്? അതിങ്ങനെ നിന്നെ പോലുള്ള ആളുകളെ വന്നിരുന്ന് ഓരോ ചോദിക്കുന്നത്. അപ്പൊ എനിക്ക് ദേഷ്യം വരും ചെറുത്. അപ്പൊ ഞാൻ എന്റെ വായി തോന്നൊക്കെ പറയും. അതൊക്കെ തഗ്ഗായിട്ട് മാറും. എനിക്ക് ഒന്നേ വരെ ജീവിതത്തിൽ ഒരാഗ്രഹമേ തോന്നിയിട്ടില്ല. കിട്ടിയിട്ടുണ്ടോ? ആരോ കോളിംബിൽ അടിക്കുന്നുണ്ട്. ഞാൻ ചിരിച്ചതാ, എനിക്ക് ഡബിൾ വോയിസാ. എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്. അങ്ങനെയാണെങ്കിൽ ഒരു സിനിമ സാർക്ക് അങ്ങ് ചെയ്ത് അഭിനയിച്ചൂടെ? കൊടുക്കോ? കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. ചോദ്യങ്ങളുമായിട്ട് ഇറങ്ങിയിരിക്കുക. എമ്പുരാൻ ഫസ്റ്റ് റാങ്ക് രസമുണ്ടല്ലേ കേട്ടിരിക്കാൻ. എന്നധികം പോഴത്തെ വഷളാക്കരുത്. എനിക്കിപ്പൊ നോക്കുകയാണെങ്കിൽ എന്റെ അച്ഛന്റെ പ്രായം ഉണ്ടാവും. നിനക്ക് എത്ര വയസ്സായി? എനിക്കോ? നിനക്ക് എത്ര വയസ്സാന്ന് പറഞ്ഞാൽ ഞാൻ പറയാം. നിന്റെ അച്ഛനാവുള്ള പ്രായം ഉണ്ടല്ലോ ഞാൻ പറയാം. എന്നെ നാണം കെടുത്തരുത്. ഇവർക്കൊക്കെ എന്നെ വലിയ ബഹുമാനമാണ്. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. സത്യമായിട്ട് ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്കണം. ആദ്യം നിന്റെ വയസ്സ് അറിയണം. അത് പറഞ്ഞിട്ട് നീ ഇന്നിവിടെ പോയാൽ മതി. നീ അറിഞ്ഞ ഞാൻ പെട്ടു. 25. അച്ഛനല്ലേ? അച്ഛനാണുള്ള പ്രായം അല്ലേ? അതുകൊണ്ടല്ലേ നിന്നെ ഒന്നും പറയാത്തത്. നീ ഒരുപാട് വിഡ്ഢിത്തരങ്ങൾ എന്നോട് ചോദിച്ചു. എന്നിട്ട് ഞാൻ ക്ഷമിച്ചു തന്നോണ്ടാ നിനക്ക് എന്റെ മോളുടെ പ്രായമുള്ളതുകൊണ്ട്. എൻ്റെ പേര് ബിനു. ഞാൻ 9ൽ പഠിക്കുന്നു. എനിക്ക് മഞ്ഞപ്പിത്തം പിടിച്ചിട്ട് ലിവറിന് ബാധിച്ചിരിക്കണം. ലിവർ മാറ്റി വയ്ക്കണം എന്നാണ് പറയുന്നത്. എൻ്റെ അച്ഛനെ കൂലിപ്പണിയാണ്. 25 ലക്ഷം വേണമെന്നാണ് പറയുന്നത്. വീഡിയോ കാണാൻ അവർ സഹായിക്കണം. ഞാനിപ്പോൾ എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. എൻ്റെ കൂടെയുള്ള ബിനു എന്ന് പറയുന്ന കുട്ടി, മോന് മഞ്ഞപ്പിത്തം ലിവറിന് ബാധിച്ച് ഇപ്പം മോൻ്റെ ലിവർ എത്രയും പെട്ടെന്ന് മാറ്റി വെക്കണം എന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. എൻ്റെ പേര് ഒരുപാട് പേര് പറയുന്നുണ്ട് അച്ഛൻ്റെ പ്രായമുള്ള ഒരാളോടൊക്കെ സൂക്ഷിച്ചും കണ്ട് സംസാരിച്ചുകൂടെ എന്നൊക്കെ. ഇറ്റ് ജസ്റ്റ് ഫൺ ബിക്കോസ് ഈസ് എ കണ്ടന്റ് ക്രിയേറ്റർ. അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഉടമയാണ്. ഇവിടെ വയസ്സിന് മൂത്തവരെ തലയിൽ കൂടെ വള്ളം പാറിന് പ്രായം കിടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അതൊക്കെ ബെസ്റ്റ് അല്ലേ? അപ്പോൾ അടുത്ത ദിവസം കാണാം. ബൈ, ഞാൻ പോകുന്നു.